ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തിക ഇപ്പോൾ സന്ദീപിനോട് സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടെ പൂജ മുടക്കിയ കാര്യങ്ങളും അങ്ങനെയെല്ലാം. ഇപ്പോൾ കണ്ട വീടുകളിലെല്ലാം കയറി സ്ത്രീകളെ പിടിക്കുന്നതാ പരിപാടി എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ചേട്ടനായി പോയില്ലേ, കൊന്നു കളയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സന്ദീപ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, കൊന്നുകളയുക ചെയ്യേണ്ടത്. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, എനിക്ക് അയാളുടെ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ല. ദുബായിൽ നിന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അവരുടെ മീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് സന്ദീപ് ഇപ്പോൾ അവന്തികയോട് പറയുന്ന ഉടനെ അവന്തിക പറയുന്നുണ്ട്, അത് സന്ദീപ് തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി. കമ്പനിയുടെ ഉത്തരവാദിത്തം നീയും കൂടി ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സന്ദീപ് പോയ പുറകെ ഇപ്പോൾ മൂർത്തി ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്തോ പ്രത്യേക പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഉടനെ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് മൂർത്തി ഇനി സച്ചിയെ കൊല്ലണ്ട എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ മൂർത്തി ഒന്ന് സംശയത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവന്തിക വീണ്ടും പറയുന്നുണ്ട്, നമുക്ക് ഏട്ടനെ തട്ടാൻ അനിയനെ ഏർപ്പാടാക്കിയാലോ. എനിക്ക് വേണ്ടി അവൻ പോയി സച്ചിയെ കൊല്ലിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവന്തിക. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മൂർത്തി. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ കമലയാണ്. അവിടേക്ക് ഇപ്പോൾ ആരതി വന്നിട്ടുണ്ട്. ആരതി സച്ചിയെ തിരക്കിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ആശ്രമത്തിൽ നിന്ന് വന്നത്, അവനെവിടെ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ, അപ്പോൾ സച്ചി ഇതുവരെ ഇവിടെ എത്തിയില്ലേ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിന് നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് എന്ന് കമല ചോദിക്കുന്നു. അങ്ങനെ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഇപ്പോൾ കമല. അപ്പോൾ അവിടേക്ക് ആതിരയും വരുന്നു. ചേച്ചി എപ്പോഴാണ് എത്തിയത്, സച്ചിയേട്ടൻ എവിടെ എന്ന് ആതിരയും ചോദിക്കുന്നു. ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് ഒരുമിച്ചല്ല തിരിച്ചു വന്നത്, സച്ചി നേരത്തെ പോന്നു എന്ന് ആരതി പറയുമ്പോൾ അവരിങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരതിയെ. വിളിച്ചിട്ട് കിട്ടിയില്ല, ഇവിടെ കാണുമെന്ന് കരുതിയാണ് വന്നത്. ഇല്ല, സച്ചിയേട്ടൻ ഇതുവരെ ഇവിടേക്ക് വന്നില്ല. കാലത്തെ മുതൽ ഞങ്ങൾ ഫോണിൽ വിളിക്കുകയാണ്, ഇതുവരെ ഇവിടെ എത്തിയില്ല എന്ന് ആതിര പറയുന്നു. വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആരതി. ഇത് കണ്ട് കമല ചോദിക്കുന്നുണ്ട്, മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഉടനെ ആരതി പറയുന്നുണ്ട്, ഒന്നുമില്ല എന്ന്. ഞാൻ സച്ചിയെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഓട്ടം കിട്ടിക്കാണും, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരതി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ ആതിര പറയുന്നുണ്ട്, അമ്മേ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്, ഇപ്പോൾ ചേച്ചി സച്ചിയേട്ടനെ തിരക്കി ഇവിടെ വന്നിരിക്കുന്നു, അമ്മ ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് ആതിര പറയുമ്പോൾ, നീ സച്ചി ഒന്നുകൂടി വിളിച്ച് നോക്കിയെന്ന് കമല പറയുന്നുണ്ട്. ഉടനെ ആതിര പറയുന്നുണ്ട്, ഞാൻ നേരത്തെയും വിളിച്ച് നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എൻ്റെ ദൈവമേ, ഇവൻ ഈ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇത് എവിടേക്ക് പോയി എന്ന് കമല ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ രാജീവിനെ കാണിക്കുന്നു. ഓടിച്ചാടി മതിച്ച് നടക്കുമ്പോൾ ആരും കരുതത്തില്ല ഇതുപോലെ ഒരു വോക്കറിൻ്റെ സഹായം വേണ്ടി വരുമെന്ന് എന്ന് രാജീവ് ഇങ്ങനെ ഗോകുലിനോട് പറയുകയാണ്. ഗോകുൽ പറയുന്നുണ്ടപ്പോൾ, എന്തായാലും ഭേദമായി തുടങ്ങിയില്ലേ, നമുക്കിനി കുറച്ച് ഫിസിയോതെറാപ്പി കൂടി തുടങ്ങാം, ഇനി വോക്കറിൻ്റെ സഹായമില്ലാതെ നടക്കാം എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എത്രയും വേഗം എനിക്ക് തിരിച്ച് യൂണിഫോം ഇടണം, അതാണ് എൻ്റെ ആഗ്രഹം. സമൃദ്ധിയുടെ കാര്യത്തിൽ ഇനി എന്താ പ്ലാൻ, മുടങ്ങിപ്പോയ ചികിത്സ വീണ്ടും തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാജീവ്. ഉടനെ ഗൂഗിൾ പറയുന്നു, സച്ചി കാരണം സമാധാനമില്ലാതായി, പിന്നെ അതിനെക്കുറിച്ചൊന്നും സമൃദ്ധിയോട് പറയാനും കഴിയില്ല. സച്ചി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല, അതിലൊന്നും വലിയ കാര്യമില്ലെന്നറിയാം, എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. സച്ചി ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതെല്ലാം അളിയനും കേട്ടതല്ലേ, അത് ശരിയാണോ, സച്ചിയുടെ ഭാര്യയെ അളിയൻ അറിയാമോ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ രാജീവ് കള്ളം പറയുന്നുണ്ട്, ഇല്ല എന്ന്, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ രാജീവ് പറയുന്നു. ഇത് കേട്ട് വളരെയധികം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. ഇപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം നീരേ വീണത്, ഇന്നളിയന് ഞാൻ വിളമ്പി തരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ ശോഭനയെ വിളിച്ച് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. അളിയനോട് കള്ളം പറയേണ്ടി വന്നതിൽ എനിക്ക് ഒട്ടും ദുഃഖമില്ല, ഞാൻ കാരണം അളിയൻ്റെ ജീവിതം ഒരിക്കലും തകരില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇങ്ങനെ സച്ചി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, സച്ചി അവരുടെ വിവാഹവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. ഈ സമയം ഇപ്പോൾ ഗോകുൽ അവിടേക്ക് വരുന്നു. സമൃദ്ധ, സച്ചിയെ തനിക്കറിയാമോ എന്ന് ഗോകുൽ പെട്ടെന്ന് വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടൊന്ന് ഞെട്ടുന്നുണ്ട് അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, അത് ഗോകുലിൻ്റെ സുഹൃത്തല്ലേ, അയാളുടെ കഥകളൊക്കെ ഗോകുൽ എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് അർച്ചന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, സൗഹൃദം ഇത്രയും കുഴപ്പമാകുമെന്ന് ഞാൻ കരുതിയില്ല, സച്ചി ഇപ്പോൾ പൂർണ്ണമായും ഒരു മാനസിക രോഗിയായി കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് തോന്നുന്നത് അയാളുടെ ഭാര്യയും മകളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ്, ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയും കുഞ്ഞും ഇതിനോടകം തിരിച്ചു വരില്ലായിരുന്നു എന്നിങ്ങനെ ഗോകുൽ പറയുന്നത് കേട്ട് അർച്ചന ഇങ്ങനെ അർച്ചനയുടെ താലിമാലയിലൊന്ന് പിടിക്കുന്നുണ്ട്. ഈ പ്രശ്നമൊന്നും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല, ഇനിയും ഇത് ആവർത്തിക്കരുത്, അതുകൊണ്ട് നാളെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, താൻ എന്ത് പറയുന്നു എന്നിങ്ങനെ ഗോകുൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അർച്ചന ഇത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്.
കണ്ണൊക്കെ നിറയുന്നുണ്ട് അർച്ചനയുടെ. ഗോകുലിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അർച്ചന. കാരണം അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ആരും മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് അർച്ചന ഇപ്പോൾ അങ്ങനെ കള്ളം പറയുന്നത്. അപ്പോൾ തനിക്ക് ഇഷ്ടമില്ല എന്നാണോ എന്നിങ്ങനെ ഗോകുൽ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന്. എന്തായാലും പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇനിയും ഒരിക്കൽ കൂടി സച്ചി ഇവിടെ വന്ന് ബഹളമുണ്ടാക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി നിന്ന് കരയുകയാണ് ഇപ്പോൾ അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കമല ഇപ്പോൾ സച്ചിയുടെ നെറ്റിയിലെ മുറിവ് കാണുന്നു. അയ്യോ മോനെ, സച്ചി നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് പേടിച്ചിപ്പോൾ കമല ചോദിക്കുന്നു. മോനെ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോടാ, അതോ നീ ആരോടെങ്കിലും തല്ലുണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് കമല. സച്ചിയും വളരെയധികം വിഷമത്തോടെ നിൽക്കുന്നത്. ഈ സമയം അവിടേക്ക് സ്നേഹയും അനക്കയും വരുന്നുണ്ട്. സ്നേഹയും അനക്കയും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയേട്ടാ, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് പറ. അവരും കരയുകയാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായതാണോ എന്നിങ്ങനെ സ്നേഹ ചോദിക്കുമ്പോൾ അതെ ആക്സിഡൻ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചി. വണ്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ അനഘ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തിനാ കരയുന്നത്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, പറ്റിയതൊക്കെ എനിക്കാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ സച്ചി മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിൽ പോയി വാതിലടയ്ക്കുന്നുണ്ട് സച്ചി. അവർ മൂന്നുപേരും പുറകെ ചെന്ന് വാതിൽ തട്ടി സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി വാതിൽ തുറക്കുന്നില്ല. സച്ചി ഇപ്പോൾ വാതിലടച്ച് നിന്ന് കരയുകയാണ്. ഇത് വെറും ആക്സിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സ്നേഹ പറയുമ്പോൾ താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം സച്ചിയേട്ടൻ്റെ ഉള്ളിലുണ്ട് എന്നിങ്ങനെ അനഘയും പറയുന്നു. ദൈവം, ഈ കാലക്കേടൊന്നും തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് കമല. എന്നിട്ട് മോനെ സച്ചി വാതിൽ തുറക്കട്ടെ, അമ്മ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് സച്ചി. എന്നാൽ സച്ചി കതക് തുറക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവിടെ ആശ്രമത്തിൽ നടന്ന ആ സംഭവങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് സച്ചി. ഇപ്പോൾ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തിരക്കി 2 ആൾക്കാർ വരുന്നുണ്ട്. അവർ ഒരു നാഗക്ഷേത്രത്തിലെ പൂജയ്ക്ക് വേണ്ടി അവിടെ കളം എഴുതാൻ വേണ്ടി ആണ് ആ പെൺകുട്ടിയെ തിരക്കി വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പൈസയൊക്കെ കൊടുത്ത് അവർ അഡ്വാൻസ് കൊടുത്ത് പോകുന്നുണ്ട്. വീണ്ടും ഇപ്പോൾ കാണിക്കുന്നത് ശോഭനയാണ്. ശോഭന ഇപ്പോൾ ഗോകുലിൻ്റെ അടുത്തേക്ക് എന്തോ പറയാനായി വരുന്നുണ്ട്. മോനെ, നീ തിരക്കിലാണോ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ശോഭന പറയുമ്പോൾ എന്താ അമ്മേ, പറഞ്ഞോളൂ എന്ന് ഗോകുൽ പറയുന്നു. സമൃദ്ധി അന്ന് ശിവാനന്ദ മഠത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. നിനക്കും ഗൗരിമോൾക്കും അവളെ നഷ്ടപ്പെടാതിരിക്കാൻ, അവൾക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടാതിരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്. അമ്മയില്ലാത്തൊരു പെൺകുട്ടിയെ വളർത്തിയെടുക്കാൻ എളുപ്പമല്ല മോനെ. അത് അമ്മയെ തിരിച്ചറിവായ ഈ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടാൽ ഗൗരിമോൾ അതൊരിക്കലും താങ്ങില്ല എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്. എന്നാ പോകേണ്ടതെന്ന് അമ്മ പറഞ്ഞാൽ മതി, ഞാൻ പോകാനുള്ളതെല്ലാം ഏർപ്പാട് ചെയ്തു തരാം എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ ശോഭന പറയുന്നു അയ്യോ, അതിന് ഞാനല്ല പോകേണ്ടത്, നീയും സമൃദ്ധയും കൂടെ എന്ന് പറയുമ്പോൾ ഞങ്ങളോ, അമ്മ എന്താ അമ്മ ഈ പറയുന്നത്, അന്ന് ആ മഠത്തിൽ നിന്നും പോയിട്ട് വന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ഗോകുൽ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് അതെനിക്കും അറിയാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. സ്വരച്ചേർച്ചയില്ലാത്ത ദമ്പതിമാർ ഈ പൂജയിൽ പങ്കെടുത്താൽ അവരുടെ ദാമ്പത്യം ദൃഢമാകുമെന്നാണ് വിശ്വാസം. നേരിട്ട് അനുഭവമുള്ള എത്ര പേരെ എനിക്കറിയാമെന്നോ എന്ന് ശോഭന പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട് അതിന് എനിക്കും സമൃദ്ധിക്കുമിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അമ്മേ. എന്തോ ഒരു അകൽച്ച അവൾക്ക് എന്നോടുണ്ട്, അത് പതിയെ മാറ്റിയെടുക്കണം എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തേണ്ടത് എന്നിങ്ങനെ, അതിനുവേണ്ടിയാണ് അമ്മ ഇത് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശോഭന. അതൊക്കെ ശരിയാണമ്മേ, പക്ഷേ ഞാനിത് എങ്ങനെ സമൃദ്ധിയോട് അവതരിപ്പിക്കുമെന്നാണ് എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും മോനെ, വളരെ പേരുകേട്ട ക്ഷേത്രമാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമൃദ്ധി നിനക്ക് കിട്ടും, അമ്മയ്ക്ക് ഉറപ്പാണ്. കുറച്ച് അകലെയാണ് ഈ സ്ഥലം, കല്ലുപാറ എന്നാണ് പേര്. അവിടെ കാടിന് നടുവിലുള്ള ഒരു നാഗക്ഷേത്രമാണ്. 3 വർഷത്തിലൊരിക്കലാണ് അവിടെ നട തുറക്കുന്നത്. 4 ദിവസത്തെ നാഗപൂജ, 5-ാം ദിവസം ദമ്പതി പൂജയും മഹാപൂജയും. 5 ദിവസം വ്രതമെടുത്ത് തൊഴുതിട്ട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ശോഭന പറയുമ്പോൾ ഞാൻ സമൃദ്ധിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിങ്ങനെ ഗോകുൽ പറയുന്നുണ്ട്. ഈ സമയം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അർച്ചന. എന്ത് സംസാരിക്കുന്ന കാര്യമാണ് ഗോകുൽ എന്നിങ്ങനെ ചോദിച്ചാണ് അർച്ചന താഴേക്ക് വരുന്നത്. ഇത് കണ്ടത് പേടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.